അങ്ങനെയുള്ള ആ പിതാവിനോടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ദഅവത്ത് ആരംഭിക്കുന്നത് എന്നാണ് ഈ ഖുർആനിക ആയത്തുകൾ നമ്മോട് പറയുന്നത്. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദ് മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പിതാവിനോട് ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അറബിയിലുള്ള പ്രയോഗം യാ അബത്തി എന്നാണ്, യാ അബി എന്നല്ല. യാ അബി എന്ന് പറഞ്ഞാൽ പിതാവേ എന്നാണ്. യാ അബത്തി എന്ന് പറയുമ്പോൾ ആ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രയോഗമാണ്. വന്യ പിതാവേ, എന്റെ പ്രിയങ്കരനായ പിതാവേ. ആ നിലക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ പിതാവിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ്? എന്റെ വന്യ പിതാവെ, നിങ്ങൾ എന്തിനാണ് കാണാത്ത, കേൾക്കാത്ത, യാതൊരു നിലക്കും ഉപകാരമില്ലാത്ത ഈ ബിംബങ്ങൾക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാണ് എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവായ ആസറിനോട് ഒന്നാമതായി ചോദിച്ചു. ആ ചോദ്യം കൊണ്ട് നിർത്തിയില്ല. വീണ്ടും തുടർന്ന് അദ്ദേഹം ചോദിച്ചു, യാ അബസി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ. രണ്ടാമത് പറയുന്ന കാര്യം അതാണ്. നിങ്ങൾ എന്തിന് ബിംബങ്ങളെ ആരാധിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചതിന് ശേഷം എന്റെ പിതാവിനെ അറിയിക്കുകയാണ്, വന്യ പിതാവേ, എനിക്ക് താങ്കൾക്ക് വന്നു കിട്ടാത്തതായ വിജ്ഞാനം വന്നു കിട്ടിയിട്ടുണ്ട്. അതായത് എന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് സത്തവ്യഗ്നി, താങ്കൾ ഈ ബിംബാരാധനയും മറ്റൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്നെ പിൻപറ്റുകയാണ് വേണ്ടത്. സത്തവ്യഗ്നി, താങ്കൾ എന്നെ പിൻപറ്റുക. അങ്ങനെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ താങ്കൾക്ക് ഞാൻ നിർമാർഗം കാണിച്ചു തരുന്നതാണ്. ഇത് പറഞ്ഞും അവസാനിപ്പിച്ചില്ല. തുടർന്ന് പറഞ്ഞു, യാ അബതി ലാ തഅബുദ് ശൈത്താൻ ഇന്ന ശൈത്താന കാന ലഹു റഹ്മാനി അസിയ. എന്റെ വന്യപിതാവേ, താങ്കൾ ശൈത്താനെ ഇബാദത്ത് ചെയ്യരുത്. കാരണം ശൈത്താൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവനാണ്. അതുകൊണ്ട് പിശാചിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ താങ്കളിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല. എന്ന് വെച്ചാൽ അല്ലാഹു അല്ലാത്ത മറ്റുള്ളതിനെ ഇബാദത്ത് ചെയ്യുന്നത് പൈശാചികമാണ്. ഇതും കഴിഞ്ഞ് വീണ്ടും തുടർന്ന് പറയുന്നു, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ. എന്റെ വന്യ പിതാവേ, താങ്കൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വന്നു ഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ഇങ്ങനെ തുടരെ തുടരെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്റെ പിതാവിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദഅവത്ത് ആരംഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോ ആരാണെങ്കിലും ശരി, തനിക്ക് ഏറ്റവും പ്രിയങ്കരായ ആളുകൾ മുതൽ എല്ലാവരോടും തങ്ങളുടെ ഈ ബാധ്യത നിർവഹിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തുടർന്നുള്ള ഈ ദഅവത്തി രംഗത്തുള്ള ഓരോ പ്രവർത്തനങ്ങളും പിതാവിനോട് കഴിഞ്ഞു. പിതാവ് അവിടെ നിന്നും മാറ്റിയോടിച്ചു. അങ്ങനെ തുടർന്ന് അദ്ദേഹം നാട്ടുകാരോട്, തന്റെ നാട്ടുകാരായ ആളുകളോട് അദ്ദേഹം ദഅവത്ത് നടത്തുന്ന സംഗതിയും ഖുർആൻ വളരെ വിശദമായി ധാരാളം ആയത്തുകളിലൂടെ വളരെ വിശദമായ ശൈലിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരും ഒരുമിച്ച് കൂടിയ സമയത്ത് ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ആ സമയത്ത് രാത്രിയായപ്പോൾ ഒരു നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ നക്ഷത്രം എന്റെ റബ്ബാണ്. ഫലമ്മ അഫല ഖാല വല്ലാ ഹിബ്ബുൽ ആഖിരീൻ. അങ്ങനെ അത് മറഞ്ഞു പോയപ്പോ, ഇങ്ങനെ മറഞ്ഞു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പിന്നീട് പറയുന്നു, ഫലമ്മ റഅൽ ഖമറ ബാദിഖൻ ഹാദാ റബ്ബി. പിന്നെ ചന്ദ്രൻ ഉദിച്ചു വന്നു. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. അങ്ങനെ ചന്ദ്രനും അസ്തമിച്ചു. പിന്നെയോ ഫലമ്മ അശബ്ദ ബാദിഖൻ, പിന്നെ സൂര്യൻ ഉദിച്ചു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഇതാണ് വലുത്, അതുകൊണ്ട് ഇതാണ് എന്റെ റബ്ബ്.
അങ്ങനെ സൂര്യനും വൈകുന്നേരമായപ്പോൾ അസ്തമിച്ചു പോയി. അങ്ങനെ സൂര്യൻ അസ്തമിച്ചപ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ സമൂഹമേ, നിങ്ങൾ ഈ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നൊക്കെയും ഞാൻ നിരപരാധിയാണ്, നിങ്ങളുടെ കൂടെ ഇതിന് ഞാൻ നിൽക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു അഭിനയ രൂപത്തിലാണ്. ആദ്യം നക്ഷത്രം, പിന്നെ ചന്ദ്രൻ, പിന്നെ സൂര്യൻ, ഇതൊക്കെയും റബ്ബാണ് എന്ന് പറഞ്ഞ് പിന്നീട് പറഞ്ഞു ഇതൊന്നും തന്നെ റബ്ബാകുവാൻ പറ്റുകയില്ല എന്നുള്ളത് അവരെ പഠിപ്പിക്കുക. പണ്ഡിതന്മാർ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രബോധന ശൈലി എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നാടകവും ഫിലിമും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ദഅവത്തിന് ഉപയോഗിക്കാം എന്ന് വരെ പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് അവിടെ സംഭവിച്ച ചരിത്രങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വിഗ്രഹങ്ങളെ തകർത്ത് കളഞ്ഞു. അങ്ങനെ അവർ ചോദ്യം ചെയ്തു, ഇബ്രാഹിം, ഞങ്ങളുടെ ഈ വിഗ്രഹങ്ങൾ മുഴുവൻ തകർത്തത് നീയാണോ എന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചത്. അദ്ദേഹം എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഗ്രഹത്തെ ബാക്കിയാക്കി, ബാക്കിയെല്ലാം തകർക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, അവരുടെ കൂട്ടത്തിലുള്ള ഈ വലിയ ഈ വിഗ്രഹമാണ് ചെയ്തത്, ഞാനത് ചെയ്തത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോ, എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ ഇതൊക്കെയും നിങ്ങളുടെ ദൈവങ്ങളാണ്, അതുകൊണ്ട് അവരോട് ചോദിച്ചു നോക്കൂ. അവർ ഉച്ചരിക്കുന്നവരാണെങ്കിൽ, സംസാരിക്കുന്നവരാണെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ. അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യേണ്ടതില്ലല്ലോ, നിങ്ങളുടെ ദൈവങ്ങളോട് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, അവർ തല താഴ്ത്തി കളഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നിനക്കറിയാമോ, ഈ പറഞ്ഞ ഈ ദൈവങ്ങൾ സംസാരിക്കുകയില്ല എന്നുള്ളത് നിനക്ക് അറിയുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, അവരുടെ ദൈവങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കഴിവുമില്ല എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യമാണ് നാം അവിടെ കാണുന്നത്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഇവരെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സമൂഹത്തോട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് രാജകൊട്ടാരത്തിലെത്തി. അന്നത്തെ രാജാധിപനായ നമ്രൂദിനോട് അദ്ദേഹം വാദപ്രതിവാദം നടത്തി. വാദപ്രതിവാദത്തിനൊടുവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇയാൾ പറഞ്ഞു, ഞാനാണ് റബ്ബ്, നീ പറഞ്ഞ റബ്ബിനുള്ള എല്ലാ കഴിവും എനിക്കുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അയാളോട് പറഞ്ഞു, എന്റെ നാഥൻ സൂര്യൻ കിഴക്ക് നിന്നും കൊണ്ടുവരുന്നു, നീ അത് പടിഞ്ഞാറ് നിന്നും കൊണ്ടുവരൂ. അതോടുകൂടി ആ നിഷേധി പരാജയപ്പെടുകയാണ്. കാരണം അവന് സാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇങ്ങനെ പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ വിവിധങ്ങളായ വശങ്ങൾ പഠിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്നും നാട് വിട്ടു പോകുന്ന അവസ്ഥ വന്നു. എന്നിട്ട് അദ്ദേഹം പിന്നീട് ജോർഡാൻ, ഫലസ്തീൻ, സിറിയ, ഹിജാസ് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും തന്റെ ദഅവത്തുമായി സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് തന്റെ പ്രാർത്ഥനക്കൊടുവിൽ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞ് ഇസ്മായിലിനെയും ബീവി ഹാജറയെയും കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു വരികയും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെയും ഇതിനു മുമ്പ് നാം വിശദീകരിക്കുകയും. അങ്ങനെ അവരെ രണ്ടുപേരെയും, ഈ 3 പേരെയും സ്മരിച്ചുകൊണ്ടാണ് പ്രബോധന ഹജ്ജ് കർമ്മങ്ങളെല്ലാം തന്നെ ഇന്ന് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദഅവത്ത് ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തെ സംബന്ധിച്ച് തന്നെ
പറയുന്ന റബ്ബന വബഅസ് ഫീഹിം റസൂലൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വയുസക്കീഹിം. അല്ലാഹുവേ, അവരുടെ ഗ്രന്ഥം പാരായണം ചെയ്തു കൊടുക്കുന്ന, അവരെ സംസ്കരിക്കുന്ന ഒരാളെ, താങ്കളുടെ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ ഓതിക്കൊടുക്കുന്ന, അവരെ സംസ്കരിക്കുന്ന ഒരാളെ നീ അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള അതിന്റെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം നടന്നു. അങ്ങനെ നിയോഗമനം നടന്നത് മുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായത് മുതൽ നിങ്ങൾക്കറിയാമല്ലോ, ഒന്നാമത്തെ ആയത്ത് അങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഇറങ്ങി. ഇങ്ങനെ പിന്നീട് വന്ന് അശീറത്തല്ലാത്തവരെ, എന്റെ അടുത്ത ബന്ധുക്കളെ താങ്കൾ മുന്നറിയിപ്പ് നൽകണമെന്ന് ആയത്തിറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മലയിൽ കയറി. ആ സഫാ മലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളെല്ലാം തന്നെ വിളിച്ചുകൂട്ടി. ദഅവത്തിന്റെ പരസ്യമായ പ്രബോധനത്തിന്റെ തുടക്കമാണ്. എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ മലയുടെ പിന്നിൽ ഒരു സൈന്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഇല്ല സിദ്ദീഖ, ഇത്രയും കാലം താങ്കൾ സത്യം മാത്രം പറയുന്നതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്, ഒരിക്കലും താങ്കളിൽ നിന്നും കളവ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഖുറൈശികളെ, നിങ്ങൾ നിങ്ങളെ നരകത്തീയിൽ നിന്നും രക്ഷപ്പെടുത്തുക. നിങ്ങൾ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടും നിങ്ങളൊക്കെയും നരകത്തീയിൽ നിന്നും സ്വന്തത്തെ രക്ഷപ്പെടുത്തുക. മുഹമ്മദ് സ്വന്തം മകളുടെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊള്ളു. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ പരസ്യമായ പ്രബോധനത്തിന്റെ തുടക്കം. എവിടെ വെച്ചാണത്? സഫാ മലയിൽ. ഹാജറ ബീവി തന്റെ കുഞ്ഞിനു വേണ്ടി ഓടിയ അതിന്റെ തുടക്കം കുറിച്ചത് സഫാ മലയിൽ. ആ സഫാ മലയാണ് ഇന്ന് സഅയിന്റെ തുടക്കം എന്നുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നായ സഅയി. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും എല്ലാത്തിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ഹജ്ജ് എന്നുള്ളത് നാം മനസ്സിലാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനവുമായി അദ്ദേഹം ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനം അങ്ങനെ നടത്തുകയാണ്. അതിന്റെ ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമായി അദ്ദേഹം കണ്ടത് ഹജ്ജിന്റെ വേള. കാരണം ഹജ്ജിന്റെ സന്ദർഭത്തിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. സ്വാഭാവികമായും ഇവർക്ക് ഖുറൈശികൾക്ക്, മുശ്രിക്കുകൾക്ക് അത് പ്രശ്നമായിരുന്നു. കാരണം ഈ മുഹമ്മദ് വരുന്ന ആളുകളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിലേക്ക് ആകർഷകരാകാനുള്ള കാരണമുണ്ടാകും. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് മുഹമ്മദിനെ സംബന്ധിച്ച് പറയാം, അയാള് മാരണക്കാരനാണ്, അയാള് കാഹിനാണ്, അയാള് മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറയാനൊക്കെ ചർച്ച ചെയ്തു. പലതും ആളുകൾ അംഗീകരിച്ചില്ല. അവസാനം അവര് പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം മാരണക്കാരനാണ്. അപ്പൊ വരുന്ന ആളുകളോട് പറഞ്ഞു, ഒരു മാരണക്കാരനായ വ്യക്തിയുണ്ട്, അയാൾ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുവാൻ നിൽക്കരുത് എന്ന്. അങ്ങനെയൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ തടയുവാൻ അവർ ശ്രമം നടത്തി. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദഅവത്ത് തുടർന്നു. അങ്ങനെ മിനായിൽ ജംറ എന്താ പറയാ, കല്ലുകൾ നടക്കുന്ന മിന, അൽ മബീതു ബിൽ മിന എന്നാണ്. മിനയിൽ ലാപ്പാർക്കൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ മിനയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് വന്ന ആളുകളുമായി അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. അങ്ങനെ ഒന്നാമത്തെ വർഷം, അഥവാ നബൂവത്തിന്റെ 11ാമത്തെ വർഷം, ഒന്നാമത്തെ വർഷത്തിൽ ഏതാണ്ട് 6 പേര് ഇസ്ലാം സ്വീകരിച്ചു. രണ്ടാമത്തെ വർഷത്തിൽ 15 പേര് ഇസ്ലാം സ്വീകരിച്ചു. മൂന്നാമത്തെ വർഷത്തിൽ 75 ആളുകൾ, 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഹാജിമാരായ ആളുകൾ കിടന്നുറങ്ങുമ്പോൾ മിനയിൽ വെച്ചുകൊണ്ട് അവർ ചർച്ച ചെയ്തു. അവിടെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ബീജാവാദത്തിന്റെ തുടക്കം എന്ന് നാം മനസ്സിലാക്കണം. അവർ പറഞ്ഞു,
താങ്കൾക്ക് ഏറ്റവും പറ്റിയ വടക്കൂറുള്ള കണ്ണ് മദീനയാണ്. അതുകൊണ്ട് താങ്കൾ മദീനയിലേക്ക് പോരുക, ഞങ്ങൾ താങ്കളെ സംരക്ഷിക്കുന്നതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ഹിജ്റയുണ്ടാകുന്നത്. ഹിജ്റ പോവുകയും മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തൊക്കെ നമുക്ക് അധീനത്തിനുമാണ്. ഇതാണ് തുടർന്ന് എല്ലാം ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വരുന്നത് ഹിജ്റ 10-ാം വർഷമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ഹിജ്റ 10-ാം വർഷത്തിൽ. ആ ഹജ്ജിന്റെ പേര് തന്നെ ഹജ്ജത്തുൽ വിദാ എന്നാണ്, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ്. ആ ഹജ്ജിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. നമ്മുടെ വിഷയം ഹജ്ജും ദഅവത്തുമാണ്. ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയ എല്ലാ സഹാബിമാരും, ഹജ്ജിന് വന്ന സകലമായ മനുഷ്യരെ കൂടി നിൽക്കുന്ന അവരോട് പ്രവാചകൻ ചോദിച്ചു, അതായത് ഞാൻ ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക്, എന്നെ ഏൽപ്പിച്ച ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ, നഅം ഖദ് ബല്ലഗ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ താങ്കളുടെ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്നതിന് ഈ ജനസഹസ്രം സാക്ഷിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഹാജറുള്ള ആളുകൾ ഇത് ഇവിടെ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഏത്? ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കട്ടെ. ലോകം മുഴുവനും ഇസ്ലാം പ്രചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിലിരിക്കുന്ന ആളുകളോട് പറഞ്ഞു. നിങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? ലോക മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ദഅവത്തിന്റെ ബാധ്യത ലോക മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് അത് ഏതോ മുസ്ലിമാരോ മൗലവിമാരോ നിർവഹിക്കേണ്ട ഒരു കർത്തവ്യമാണ് എന്നാണ്. അല്ല, ലോകത്തുള്ള സകല മുസ്ലിങ്ങളും നിർവഹിക്കേണ്ട ബാധ്യതയാണ് ദഅവത്ത്, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യൽ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഭാഗ്യവാന്മാരാണ്. മുസ്ലിങ്ങളായിക്കൊണ്ട് ജനിച്ചു, മുസ്ലിം വീടുകളിൽ ജനിച്ചു, ഇസ്ലാമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. പക്ഷേ ഇത് ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഇവരിലേക്ക് ഇത് എത്തിക്കേണ്ടതായ ബാധ്യത നമ്മുടേതാണ് എന്നുള്ളത് സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അതിനാണ് ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദഅവത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തും നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ നാം ഇത് മനസ്സിലാക്കുക, ഇത് നമ്മുടെ ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കേണ്ടത് സഹാബിമാർക്ക് കണ്ടില്ല. അർഫയിൽ കൂടിയ സഹാബിമാർ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ യാത്ര പോവുകയാണ്. എങ്ങോട്ടാണോ വാഹനം തിരിഞ്ഞു നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് അവർ സഞ്ചരിച്ചു എന്നാണ്. ഇന്നും നമുക്കറിയാം മദീനയിൽ എത്രയോ ലക്ഷക്കണക്കിന് സഹാബിമാരുണ്ടായിരുന്നു. പക്ഷെ വളരെ കുറച്ച് ആളുകളുടെ കബറുകൾ എവിടെ ഉള്ളൂ, ബാക്കിയുള്ളവരെവിടെ? അവരൊക്കെയും യാത്ര പോവുകയാണ്. എവിടെയാണോ അവരെത്തിയത് അവിടെയാണ് അവരൊക്കെയും മരിച്ചു പോയത്. അതുകൊണ്ട് അവരൊക്കെയും പിന്നെ അവരൊന്നും തന്നെ ആലോചിച്ചില്ല. എന്ത്? വീട്ടിലൊക്കെ പോയി ഹജ്ജൊക്കെ കഴിഞ്ഞ് ചെല്ലല്ലേ, വീട്ടുകാരോടൊക്കെ അനുവാദം വാങ്ങി ഇന്ന സ്ഥലത്തേക്ക് പോവുക, അതൊന്നും അവർ ആലോചിച്ചില്ല. ഇത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പിന്നെ അത് നടപ്പിലാക്കുക. അങ്ങനെയാണ് മാലിക് ബിൻ ദിനാർ നമ്മുടെ നാട്ടിൽ ഇസ്ലാമുമായി വന്നത്. നമ്മളെല്ലാം തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ കാരണമായി. ഇന്ത്യയിൽ തന്നെ ആദ്യമായി കേരളത്തിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് മാലിക് ബിൻ ദിനാർ എന്ന സഹാബി വന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോ ഈ ദഅവത്ത് എന്നുള്ളതായ ബാധ്യത നമ്മുടേതാണ് എന്നുള്ളത്, അതാണ് ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹജ്ജും ദഅവത്തും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും അത് നിർവഹിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വൽജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ.
إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സഹോദരന്മാരെ, ഇന്നും ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ ഞങ്ങൾ പത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രൊഫൈലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകൾ, പാവങ്ങളായ ആളുകളെ ജീവനോടെ ചുട്ടുകൊല്ലുന്ന സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അഭയം പ്രാപിച്ച ടെന്റുകളെ തീ കൊടുത്തുകൊണ്ട് അതിൽ ബോംബ് വർഷിച്ചുകൊണ്ട് പലതും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം തുഫാനുൽ അഖ്സ സംഭവിച്ചപ്പോൾ ഈ 2-3 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ സകലതും തകർത്തുകളെയും ഹമാസിനെയും ഫലസ്തീനികളെയും തകർക്കുമെന്ന വീരവാദവുമായി വന്ന ആളുകൾക്ക് 5-6 മാസങ്ങൾ കഴിഞ്ഞിട്ടും അവരുദ്ദേശിച്ച ഒരു കാര്യവും സാധിക്കാതെ വന്നപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ തോന്നിയതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. നാം നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ വർദ്ധിക്കുവാനുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെയും സംഭവിച്ചിട്ട് അവർ പറഞ്ഞതെന്താണ്? ഇന്നലെയും മിഞ്ഞാന്നൊക്കെ പല വാർത്തകളിലും നമുക്ക് കാണുവാൻ സാധിച്ചു. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അല്ലാഹു തആല നമ്മെ കൈവടിയുകയില്ല. നിങ്ങളുടെ ഈമാൻ ദൃഢമാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം, തഖ്വയുള്ളവരായി നിൽക്കണമെന്നാണ് അവർ പരസ്പരം വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സമൂഹത്തിന് അല്ലാഹു തആല പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുന്ന രംഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയൊന്നും വൈകാതെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുന്ന കാഴ്ച കാണുവാൻ, കണ്ട് സന്തോഷിക്കുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും വേഗം നമ്മുടെ സഹോദരന്മാരെ ഈ വിഷമഘട്ടത്തിൽ നിന്നും അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. നാം തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين. اللهم دمر اليهود الغاصبين، اللهم دمر المتمددين، اللهم دمر اليهود يا قهار يا جبار. ربنا تقبل منا دعاءنا انك انت السميع العليم واغفر لنا يا غفور المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد وعلى آله